എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ നിന്ന് 2 വർഷമായിട്ട് ഏറ്റവും അർഹതയുള്ള വിഭാഗങ്ങൾക്ക് യൂണിഫോം ലഭിക്കുന്നില്ല. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ നിന്ന് 2 വർഷമായിട്ടും ഏറ്റവും അർഹതയുള്ള വിഭാഗങ്ങൾ പുറത്താണ്. സർക്കാർ ഹൈസ്കൂളുകളുടെ ഭാഗമായ LP UP ക്ലാസ്സുകളിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന BPL SC ST വിഭാഗങ്ങൾക്കും പെൺകുട്ടികൾക്കുമാണ് 2 വർഷത്തെ യൂണിഫോം അലവൻസ് കിട്ടുവാനായിട്ടുള്ളത്. അതേസമയം സർക്കാർ ഹൈസ്കൂളുകളിലെ LP വിഭാഗം ആൺകുട്ടികൾക്കും എയ്ഡഡ് സ്കൂളുകളിലെ മുഴുവൻ കുട്ടികൾക്കും തുക കിട്ടിയിട്ടുമുണ്ട്. BPL SC ST വിഭാഗക്കാർക്കും പെൺകുട്ടികൾക്കും യൂണിഫോം തുക അനുവദിക്കുന്നത് സമഗ്ര ശിക്ഷ കേരളയാണ്. പദ്ധതി അനുസരിച്ച് കേന്ദ്ര ഫണ്ടിൽ നിന്നാണ് ലഭിക്കേണ്ടത്. 2024-25 വർഷം PM ശ്രീ ബ്രാൻഡിംഗ് പ്രതിസന്ധിയുമായി ബന്ധപ്പെടുത്തി SSK ഫണ്ട് പൂർണ്ണമായും മുടങ്ങിക്കിടക്കുകയാണ്. 2023-24 328 കോടി രൂപ 4 ഘട്ടമായിട്ട് അനുവദിക്കുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും 2 ഗഡു മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇത്തരത്തിൽ കേന്ദ്ര ഫണ്ട് കുടിശ്ശികയുള്ളതിനാലാണ് യൂണിഫോം അലവൻസ് വിതരണം മുടങ്ങിയതെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. ഗവൺമെന്റ് ഹൈസ്കൂളുകളിലെ 1 മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന APL വിഭാഗം ആൺകുട്ടികൾക്കും എയ്ഡഡിലെ മുഴുവൻ കുട്ടികൾക്കും സംസ്ഥാനത്ത് സർക്കാരാണ് അലവൻസ് നൽകുന്നത്. സ്വതന്ത്രമായി നിൽക്കുന്ന സർക്കാർ LP UP സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും എയ്ഡഡ് LPയിലെ കുട്ടികൾക്കും സംസ്ഥാന സർക്കാർ നേരിട്ട് കൈത്തറി യൂണിഫോമും നൽകി വരുന്നതാണ്. അടുത്ത അധ്യയന വർഷത്തെ യൂണിഫോമിനായി 79.01 കോടി രൂപ സംസ്ഥാനം അനുവദിച്ചിരിക്കുന്നുവെങ്കിലും സൗജന്യ യൂണിഫോമിന്റെ യഥാർത്ഥ അവകാശികൾ ഇതിൽ ഉൾപ്പെട്ടില്ല എന്നാണ് പ്രധാന അധ്യാപകരുടെയും PTA പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കടം വാങ്ങിയും സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കിയുമൊക്കെയാണ് പല സ്കൂളുകളിലും ഈ വിഭാഗത്തിലുള്ളവർക്ക് സൗജന്യ യൂണിഫോം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. 2 വർഷം പിന്നിട്ടിട്ടും കടം വീട്ടാനാകാത്തതിനാൽ പ്രധാന അധ്യാപകർ സമ്മർദ്ദത്തിലാണ്. ഇതിനു പുറമെ സ്വന്തം നിലയിൽ യൂണിഫോം വാങ്ങേണ്ടി വരുന്ന രക്ഷകർത്താക്കൾ പണം കണ്ടെത്താൻ ഏറെ പ്രയാസപ്പെടുകയാണ്. അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്തെത്തിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.